നായകന്മാരുടെ പ്രതിഫലത്തിനൊപ്പം നായികമാരുടെ പ്രതിഫലവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന വിഷയമാണ്. മുൻപ് എത്ര വലിയ ബജറ്റ് ചിത്രമാണെങ്കിലും നായികമാർക്ക് ഉയർന്ന പ്രതിഫലം ലഭിച്ചിരുന്നില്ല. സൂപ്പർ താരങ്ങൾ കോടിക്കണക്കിന് പ്രതിഫലം വാങ്ങുമ്പോഴും നായികമാരുടെ പ്രതിഫലങ്ങൾ ലക്ഷങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യൻ സിനിമകളെ അപേക്ഷിച്ച് ബോളിവുഡിൽ കൂടുതൽ വേതനം നായികമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ വരവോടെ ഇന്ത്യൻ സിനിമയിലെ പതിവ് സാമ്പത്തിക രീതികൾ മാറുകയാണ്. ദക്ഷിണേന്ത്യൻ നടിമാരുടെ ശമ്പളവും കോടി ക്ലബിലെത്തിയിട്ടുണ്ട്. നിലവിൽ തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ നയൻതാരയാണ് മുന്നിൽ. പ്രായം കൂടിയതിനാൽ നടിമാരുടെ വേതനവും മാർക്കറ്റും ഇടിയുമെന്നത് 40 വയസ്സായിട്ടും നയൻതാര തിരുത്തിക്കുറിക്കുകയാണ്. ജവാൻ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ഉത്തരേന്ത്യയിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ നയൻതാരയ്ക്ക് സാധിച്ചിരുന്നു. 1000 കോടി വരുമാനമുണ്ടാക്കിയ ഈ ചിത്രത്തിനു ശേഷം ഇപ്പോൾ ഒരു സിനിമയ്ക്ക് 10 മുതൽ 12 കോടി വരെയാണ് നയൻതാര ആവശ്യപ്പെടുന്ന പ്രതിഫലമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മറ്റൊരു നായിക കൂടി ഇപ്പോൾ നയൻതാരയുടെ പ്രതിഫലത്തിനൊപ്പം വെല്ലുവിളി ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സായ് പല്ലവിയാണ് ഈ നടി. അമരൻ, തണ്ടേൽ എന്നീ ചിത്രങ്ങളുടെ വിജയത്തിലൂടെ സായ് പല്ലവിയുടെ മാർക്കറ്റ് മൂല്യം വൻതോതിൽ ഉയരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. തണ്ടേലിന് 10 കോടി വേതനം സായ് വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് ഏതാണ്ട് നായകനടന്റെ ശമ്പളത്തിന്റെ പകുതിയിലേറെ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സായ് പല്ലവി ഹിന്ദിയിൽ രാമായണത്തിൽ സീതയായാണ് അഭിനയിക്കുന്നത്. രൺബീർ കപൂർ രാമനായും യഷ് രാവണനായും ചിത്രത്തിൽ എത്തുന്നുണ്ട്. 2 ഭാഗങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ 30 കോടിയാണ് സായ് പല്ലവിയുടെ പ്രതിഫലമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഇതോടെ നയൻതാരയേക്കാൾ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി സായ് പല്ലവി മാറിയിരിക്കുകയാണ്. രാമായണത്തിന് പുറമെ തമിഴിൽ STR 49 എന്ന ചിത്രത്തിലും സായ് പല്ലവി വേഷമിടുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.